മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നു. വിവേകമുള്ള ഓരോ മലയാളിയും ഒരുപാട് തവണ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് തെളിവുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ഒരു മാപ്രയും ഒരിക്കലും ചർച്ച ചെയ്യാത്ത വളരെ പ്രധാനപ്പെട്ട വിഷയം കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ കേരളത്തിന്, നമ്മുടെ നാടിന് എത്രത്തോളം അപകടമാണ് എന്നുള്ളതാണ് നമ്മൾ വിശദീകരിക്കുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമിയെ നമ്മുടെ കേരളത്തിലെ UDF-ഉം LDF-ഉം എത്രത്തോളം വളരാൻ സഹായിക്കുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ നമുക്ക് നിരത്താം. VD സതീശൻ പറയുന്നത്, അതേപോലെ തന്നെ പിണറായി വിജയൻ പറയുന്നത്, അതിനുശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളതും നമ്മൾ ഈ വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം. ആദ്യം നമുക്ക് സതീശൻ എന്താണ് പറയുന്നത് എന്നൊന്ന് കേട്ടു നോക്കാം. ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദമുള്ള സംഘടനയാണല്ലോ. അല്ലല്ലോ, ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അവര് വർഗീയ ശക്തികളാണെന്ന്. അവര് CPM-നെ പിന്തുണയ്ക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നു അവര് വർഗീയ ശക്തികളാണെന്ന്. ഞങ്ങൾ പറഞ്ഞില്ല, അവര് പിന്തുണയ്ക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന ആശയം ഒരു മതരാഷ്ട്രവാദമാണല്ലോ അവരുടെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് തന്നെ. അല്ലല്ല, അത് CPM-ന് പിന്തുണ കൊടുത്തപ്പോ അത് ഉണ്ടായിരുന്നില്ല. അവര് ആ വാദമൊന്നും അവര് ഇല്ല. നിങ്ങൾ കേട്ടില്ലേ? ഈ സതീശൻ പറയുന്നത് പച്ചക്കള്ള. ഇത് വെറുതെ പറയുന്നതല്ല. ഈ സതീശൻ ഈ പ്രസ് മീറ്റ് ഒക്കെ നടത്തിയതിന് ശേഷവും ജമാഅത്തെ ഇസ്ലാമിയുടെ വളരെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് രംഗത്തെത്തിയിട്ട് മതരാഷ്ട്രവാദം വ്യക്തമായിട്ട് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ആ ഉയർത്തിപ്പിടിച്ചതിന്റെ സ്ക്രീൻഷോട്ടാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. മതരാഷ്ട്രവാദം ഞങ്ങൾ ഒരിക്കലും അതിൽ നിന്ന് ഞങ്ങൾ പിന്മാറില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമി പ്രഖ്യാപിച്ച. പിന്നെ പറഞ്ഞല്ലോ CPM അവരെ സ്വീകരിച്ചു. ശരിയാണ്, CPM-ഉം ജമാഅത്തെ ഇസ്ലാമിയെ വളർത്തിയിട്ടുണ്ട്. അത് പിണറായി വിജയൻ തന്നെ കുറച്ച് മുമ്പേ പറയുന്നതിന്റെ ഒരു തെളിവ് ഇവിടെ കൊടുക്കാം. നിങ്ങൾ അതൊന്ന് കേട്ടു. മുസ്ലിമിലെ പ്രബല വിഭാഗമാണ് AP സുന്നി വിഭാഗം. അവരെ കഴിഞ്ഞ ഘട്ടത്തിലും ഞങ്ങളെ സഹായിച്ചിരുന്നു. ഈ ഘട്ടത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ സഹായിക്കുന്ന നിലപാട് തന്നെയാണ് എടുത്തത്. അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിലുള്ള മറ്റു ചില സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ചില സംഘടനകൾ ഞങ്ങളെ സഹായിക്കുന്ന നിലയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തത്. അത്തരം ആളുകളെ വല്ലാതെ പ്രലോഭനങ്ങളിൽ കൊടുക്കാനുള്ള ശ്രമം UDF നടത്തിയത്. പക്ഷേ ഒരു ശ്രമത്തിലും അത്തരം കൂട്ടർ വീണില്ല എന്നതാണ് കാണാൻ നമുക്ക്. നിങ്ങൾ കേട്ടില്ലേ? അതായത് പിണറായി വിജയൻ തന്നെ പറയുന്നതാണ് നിങ്ങൾ കേട്ടത്. ജമാഅത്തെ ഇസ്ലാമിയെ ഒരു കാലത്ത് CPM LDF തന്നെയാണ് നമ്മുടെ കേരളത്തിൽ പോറ്റി വളർത്തിയിട്ടുണ്ടായിരുന്നത്. അതിപ്പോ മാറിയിട്ട് UDF വളർത്തുന്നു. അപ്പൊ UDF പറയുന്നു, ഓ LDF അത് ചെയ്തു. എന്തേ LDF നെറുകേട് ചെയ്താൽ, ആ നെറുകേട് ഞങ്ങൾ ചെയ്താൽ അതങ്ങ് മലയാളികൾ സ്വീകരിക്കുമെന്നാണോ ഈ സതീശനൊക്കെ അങ്ങ് കരുതുന്നത്? ഓരോ വിവേകമുള്ള മലയാളിയും തിരിച്ചറിയാ, ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ചില്ലറക്കാരല്ല. ലോകം മൊത്തം നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയവരാ. നമ്മുടെ നാട് നശിപ്പിക്കൽ ഇവർക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്. ഇഖാമത്തുദ്ദീൻ, മതരാഷ്ട്രവാദം ഇവർ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഇവർ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. അവർക്ക് ഈ പറയുന്നത് പോലെ ഈ UDF-ഉം LDF ഒക്കെ ഒരു കേവലം ടോള് മാത്ര. ഇതും മലയാളികൾ തിരിച്ചറിയണം. ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. LDF അധികാരത്തിലെത്തിയ കഴിഞ്ഞ 10 വർഷക്കാലവും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ഇവർക്കൊപ്പാണ് അടിയുറച്ചു നിന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടിൽ UDF-ന് കുറച്ച് അനുകൂലമായിട്ട് റിസൾട്ട് വന്നപ്പോഴേക്ക് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പ്ലേറ്റ് മാറ്റി നേരെ UDF-ന് പിന്തുണ പ്രഖ്യാപിച്ച്. അപ്പൊ കേരളത്തിൽ എന്ത് സംഭവിച്ചോ? LDF-നൊപ്പം നിന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയെ LDF ഒളിപ്പിച്ച്. ഇപ്പൊ UDF-നൊപ്പം നിൽക്കുമ്പോ UDF ഒളിപ്പിച്ചോ? ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യവും അത് തന്നെയാ. കേരളത്തിൽ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് സൈലന്റ് ആയി നിന്നുകൊണ്ട് നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ അവര് വലിയ രീതിയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പോവുക. ഇവർ എത്രത്തോളം അപകടമാണ് എന്നുള്ളത് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി നോക്കിയാൽ മതി. ലോകമൊത്തം ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മതരാഷ്ട്രവാദം തന്നെയാ. ഇവരെത്രത്തോളം നമ്മുടെ നാട്ടിലൊക്കെ കൃത്യമായിട്ട് ഇടപെടൽ നടത്തി എന്നുള്ളത് ഞാനൊന്ന് മുന്നോട്ട് വെക്കാം. ഹോസ്പിറ്റലുകൾ ഇവർക്കുണ്ട്, ഇവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ഇവർക്ക് നമുക്കറിയാം മീഡിയകളുണ്ട്. അതായത് മൗദൂദി ചാനൽ, അടുപ്പുകൂട്ടി ചാനല്, പത്രം ഇവർക്കുണ്ട്. ഇവർക്കിപ്പോ സമസ്ത മേഖലയിലും കാര്യങ്ങളുണ്ട്.
ഇതിനെയൊക്കെ തന്നെ വെളുപ്പിക്കാൻ, ഇതിലൂടെയൊക്കെ തന്നെ അവർക്ക് എന്താണ് സൈലന്റ് ആയിട്ട് നമ്മുടെ നാട്ടിൽ ഭിന്നിപ്പും, നാട്ടിൽ അവർക്കൊരു ലക്ഷ്യമുണ്ട്, മതരാഷ്ട്രവാദം. അവരതിനു വേണ്ടി നിരന്തരം പണിയെടുക്കുന്നുണ്ട്. അതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് കേരളത്തിൽ UDF LDF. കാരണം ഇവരെ വെളുപ്പിക്കുന്ന പണി ഈ UDF LDF അല്ലേ നിരന്തരം എടുത്തോണ്ടിരിക്കുന്നത്. എത്ര നെറുകേടാണെന്നോ UDF LDF നമ്മുടെ നാടിനോട് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി കൃത്യമായിട്ട് ഓരോ ഘട്ടത്തിലും അവർക്ക് നിൽക്കേണ്ടത് എവിടെയാണെന്ന് തന്ത്രപരമായി ചിന്തിച്ച് അധികാരം എവിടെയുണ്ടോ അവർക്കൊപ്പം നിന്നിട്ട് ഇവര് ദിനം പ്രതി ഇവരുടെ ഈ പറയുന്ന മതരാഷ്ട്രവാദത്തിന് വേണ്ടി മാത്രമായി ഇവര് പണിയെടുത്തോണ്ടിരിക്കുന്നത്. അതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട കേട്ടോ. ഇവര് കൃത്യമായിട്ട് മറ്റൊരു വാദം ഉന്നയിക്കുന്നുണ്ട്. അതായത് UDF LDF BJP എവിടെ വിജയിക്കാൻ സാധ്യതയുണ്ടോ അതായത് BJP സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് ഉറപ്പിച്ചാൽ അതിനെതിർ സ്ഥാനാർത്ഥി അത് LDF ആണെങ്കിലും UDF ആണെങ്കിലും ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യും. എന്നിട്ട് BJPയെ കേരളത്തിൽ അടുപ്പിക്കാതിരിക്കലാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അത് നിങ്ങൾ കേട്ടോക്കൂ. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറ ഈ പറയുന്നത് നിങ്ങൾ കേട്ടോക്കൂ. ഞാൻ പറയുന്നത് ഇന്ത്യ അലയൻസ് എന്ന് പറയുന്ന ഒരു ആശയത്തെ കേരളത്തിൽ അതിലെ രണ്ട് ഘടകകക്ഷികൾ പരസ്പരം രണ്ട് പക്ഷത്താണ് എന്നുള്ളത് കൊണ്ട് BJP കടന്നു വരുന്നതിനെ തടയിടുന്നിടത്ത് സമാന ചിന്താഗതിക്കാർ എന്നുള്ള അർത്ഥത്തിൽ യോജിക്കണം എന്നൊരു ആശയമാണ് ഞാൻ പറഞ്ഞത്. ആശയത്തെ നമ്മൾ UDF-നോടും പറയും, കോൺഗ്രസിനോടും പറയും, അത് നമുക്ക് ആരോടും പറയും, CPM-നോടും ഞാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ കേട്ടില്ലേ, ഇവിടെ BJP എവിടെ വിജയിക്കാൻ സാധ്യതയുണ്ടോ അവിടെ UDF-നെയും LDF-നെയും ഒരുമിച്ച് നിർത്തിക്കല്, ജമാഅത്തെ ഇസ്ലാമിയുടെ സകല വോട്ടും അവിടേക്ക് കൊടുക്കലൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്ക് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. അവരതിനു വേണ്ടി നിരന്തരം പണിയെടുക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ സകല മലയാളികളും തിരിച്ചറിയണം. ഇവരൊക്കെ വളർത്തുന്ന UDF-നും LDF-നെയൊക്കെ ബോധമുള്ള മലയാളികൾ പുച്ഛിച്ചു തള്ളണം. ഇവരെന്തുകൊണ്ടാ ഈ BJP-യെ ശക്തമായിട്ട് എതിർക്കുന്നത്? ഇവരുടെ മതരാഷ്ട്രവാദം ഒന്നും നമ്മുടെ കേരളത്തിൽ നടക്കില്ലേ. അതിനൊക്കെ പൂട്ടിടാൻ BJP നേതാക്കന്മാർ രംഗത്തിറങ്ങും. അപ്പൊ അത് തിരിച്ചറിഞ്ഞിട്ട് കൂടിയാണ് BJP ആര് വിജയിക്കാൻ സാധ്യതയുണ്ടോ അവർക്കെതിരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവർ UDF-ന് ഉറച്ച പിന്തുണ കൊടുത്ത ആളുകളല്ലേ. പക്ഷെ LDF സ്ഥാനാർത്ഥി BJP-ക്കെതിരെ വിജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഇവരുടെ സകല വോട്ടും അങ്ങോട്ടേക്ക് കൊടുക്കും. പിന്നെ ഇവിടെ ഒരുപാട് മൊണ്ണകൾ രംഗത്തെത്തിയിട്ട് വിളിച്ചും പറയാറുണ്ട്, ഓ ജമാഅത്തെ ഇസ്ലാമിക്ക് അതിന് മാത്രം ഇവിടെ വോട്ടില്ല, അങ്ങനെയല്ല. അങ്ങനെയൊന്നുമല്ല. ഇവരുടെ മീഡിയ വെച്ച്, ഇവരുടെ പത്രമാധ്യമങ്ങൾ വെച്ചിട്ട് ഇവർ കൃത്യമായിട്ട് ഇവിടെ വലിയ രീതിയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞിട്ടാണ് UDF ഏത് രീതിയിലും ഇവരെ വെളുപ്പിക്കാൻ രംഗത്തിറങ്ങുന്നത്. അപ്പൊ ബോധമുള്ള മലയാളികളോട് മുന്നോട്ട് വെക്കാനുള്ളത്, വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് വിവേകമുള്ള മലയാളിയെ സംബന്ധിച്ച്, രാജ്യത്തോട് സ്നേഹമുള്ള ഓരോ പൗരനെയും സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. UDF-ഓ LDF-ഓ ആയിക്കൊള്ളട്ടെ, ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ വളർത്തുന്ന ആര് വിജയിച്ചാലും നമ്മുടെ നാടിന് അപകടമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. ഇവരൊക്കെ പല കോലത്തിൽ, പല രീതിയിൽ, പല കോലത്തിൽ തന്നെ ഇവർ സൈലന്റ് ആയിട്ട് ഇവരൊക്കെ പണിയെടുക്കുന്നുണ്ട്. ഏറ്റവും അപകടകാരികളാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഈ ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.